അപ്പോൾ ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു നല്ല വിഭവമായിട്ടാണ്. അതായത് ആടിൻ്റെ ഊര വരട്ടിയത്. അതാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ ഇത് ആടിൻ്റെ ഊരയിലുള്ള നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളും മസാലകളും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സവാള, തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഐറ്റംസ് ചേരുവകൾ. ഇനി പൊടി ഐറ്റംസ് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഉലുവ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, ഏലക്കായ്, പട്ട, ജാതിപത്രി, ഇത്ര ഐറ്റംസാണ് പൊടികൾ വേണ്ടത്. ഇത് മല്ലിച്ചപ്പും പുതിനയാണ്. ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കാം. അതിനു മുന്നേ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ആടിൻ്റെ ഊര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഇടാൻ പോണത്. ഇതുപോലെ അരിഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസിലേക്ക് വെക്കാം. ഒരു 5 വിസിലൊക്കെ അടിച്ചിട്ട് ഓഫാക്കാം. അപ്പോൾ അതൊരു 5 വിസിലടിച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്കിത് വറവിട്ടെടുക്കാം. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായി. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരട്ടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കിഡ്ലൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.